അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹര സുതനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമുക്ക് ചിന്തിക്കാനും പറയാനും കഴിയാത്ത തരത്തിലുള്ള, മനുഷ്യ മനസ്സിന് എന്നും അത്ഭുതകരമായി ബോധ്യപ്പെടാറുള്ള ഈശ്വര സങ്കേതങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമുക്ക് അനുഭവപ്പെട്ട അത്ഭുതകരമായ സിദ്ധിവിശേഷങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. അതിൻ്റെ തുടർച്ചയായി ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരവസ്ഥ, അതൊരു ത്വരയ്ക്ക് സംഭവിച്ചതാകുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം അതാണ്. ഇന്ന് ഭഗവാന്റെ തിരുനട തുറന്നിട്ട് 30 ദിവസം പൂർത്തിയാവുകയാണ്. വൃശ്ചികം 30. ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ സംഭവിച്ചത് രാജഭരണകാലത്താണ് ഇതിവൃത്തം ചൂണ്ടിക്കാണിക്കുന്നത്. ചെങ്ങന്നൂരമ്മ ആ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി എന്ന നിലയിൽ അല്ലെങ്കിലും ചെങ്ങന്നൂരമ്മയാണ് ആ ക്ഷേത്രത്തിലെ, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സാധാരണ മനുഷ്യ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നതായ മാസമുറ പഞ്ചലോഹ വിഗ്രഹത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഇന്നും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് നിലനിൽക്കുകയാണ്. ഇന്ന് കാർത്തിക അവസാനിക്കുന്നു, ധനുമാസം ആരംഭിക്കുന്നത് അടുത്ത ദിവസമാണ്. ചെങ്ങന്നൂരമ്മയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ കലവറയായ ആ ദേവീക്ഷേത്രത്തിൽ ഇതനുഭവിക്കേണ്ടി വന്ന ത്വരയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ തയ്യാറാവുകയാണ്. അതിനിടയ്ക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം എന്നെ ശ്രവിക്കുന്ന ശബരിമല യാത്രികരായ ആളുകളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഇരുമുടിയുമായി സന്നിധാനത്തേക്ക് യാത്രയാകുമ്പോൾ ഉറപ്പാക്കണം, നിങ്ങളുടെ കെട്ടിൽ ഒരു കാരണവശാലും 1 ഗ്രാം പോലും സിന്തറ്റിക് മാലിന്യം എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നതായ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ല എന്ന കാര്യം ഉറപ്പാക്കണം. ഒന്നാമത്തെ കാര്യം അതാണെങ്കിൽ
രണ്ടാമത്, നിങ്ങൾ ഓരോരുത്തരും ശബരിമല സന്നിധാനത്തേക്ക് യാത്രയാകുന്ന ഓരോ സ്വാമിമാരും അവരവരുടെ കയ്യിൽ ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റും ഒരു സ്റ്റീൽ ഗ്ലാസും നിശ്ചയമായിട്ടും കരുതണം. ഡിസ്പോസിബിൾ ഗ്ലാസുകളാവട്ടെ, ഡിസ്പോസിബിൾ പ്ലേറ്റുകളാവട്ടെ, യാതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കില്ല സന്നിധാനത്തേക്കുള്ള തീർത്ഥയാത്രയിൽ എന്ന് ഓരോ സ്വാമിമാരും നിർബന്ധ ബുദ്ധിയ ഒരു തീരുമാനം കൂടി ഈ അവസരത്തിൽ എടുക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ശുചിയായും ശുദ്ധമായും ശബരിമല സൂക്ഷിക്കേണ്ടതും ക്ലീൻ, ഗ്രീൻ, ഡിവൈൻ ശബരിമല എന്ന് പറയുന്ന ആ ഒരവസ്ഥ പൂർണ്ണമായും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതുമാണ് എന്ന കാര്യത്തിൽ ഓരോ സ്വാമിമാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെങ്ങന്നൂരമ്മ കേണൽ മൺട്രോ സാഹിബിന് കൊടുത്ത ആ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്ഷേത്രം എന്നുദ്ദേശിക്കുന്നത് കല്ലും മരവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളല്ല. നമുക്ക് നോക്കിയാൽ കല്ലും മരവും സിമൻറ്റും എല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിർമ്മിതി എന്നതിൽ കവിഞ്ഞ് ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷാൽ ഗ്രഹിക്കേണ്ടുന്ന വസ്തുവാണ് വിഗ്രഹം എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കേണ്ടുന്ന പേര് പ്രതിമകൾ എന്നാണ്. അപ്പോൾ പ്രതിമകളെ ആണോ വിഗ്രഹങ്ങളെയാണോ എന്ന് ചോദിച്ചാൽ വിധിപ്രകാരം പ്രതിഷ്ഠിക്കുന്നു എന്ന കാരണം കൊണ്ട് വിധിപ്രകാരം പ്രതിഷ്ഠിക്കപ്പെടുന്ന ഏതൊരു വസ്തുവും ശില കൊണ്ടാവാം, അത് കൃഷ്ണശിലയാവാം, കരിങ്കല്ലാവാം. സാധാരണ കൃഷ്ണശിലയാണ് ഉപയോഗിക്കുന്നത്. ദാരു കൊണ്ടാവാം, ദാരു മരം കൊണ്ടുള്ളതാണ്. അല്ലെങ്കിൽ പഞ്ചലോഹ നിർമ്മിതമാകാം. ഈ തരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ആ വസ്തുവിനെയാണ് വിളിക്കുന്നത് വിഗ്രഹങ്ങൾ. വാക്കിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രഹിക്കേണ്ട വസ്തു എന്നാണ് അതിന് നൽകുന്ന അർത്ഥം. വിശേഷേണ ഗ്രഹിക്കേണ്ടുന്ന വസ്തു എന്നതിൽ നിന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ അസാമാന്യമായ ഊർജ സ്രോതസ്സുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും നമുക്കൊരു കാരണവശാലും നമ്മുടെ ക്ഷേത്രങ്ങളോട് അനുബന്ധമായിട്ട് നിലവിൽ കർണാകർണികയ കേട്ടുകൊണ്ടിരിക്കുന്ന പലതും വിശ്വസനീയമാണോ എന്ന് സംശയം പോലും തോന്നാം. ഞാനൊരു ഉദാഹരണം കൂടി ഇവിടെ ഇപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ അനുഭവവേദ്യമായതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്ന ദിവസം. നിരവധി പ്രത്യേകതകൾ അതിനുണ്ട്. ഗുരുവായൂർ കേശവൻ ശ്രീപാദാന്ത്യത്തിൽ വിലയം പ്രാപിച്ചത് ഗുരുവായൂർ ഏകാദശിക്കാണ്. അന്നത്തെ ദിവസം ദേവസ്വത്തിൽ നിന്നാണ് ഏകാദശി പൂജകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിലവിലുള്ള തന്ത്രിക്ക് കമ്മിറ്റിയുടെ കൂട്ടിച്ചേർന്നുകൊണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് മറ്റു വിശേഷങ്ങളൊന്നും ആവശ്യമില്ല എന്ന തരത്തിൽ ഒരു തീരുമാനം നിലവിലുള്ള തന്ത്രി എടുത്തു. ഭക്തജനങ്ങൾ അത് സംബന്ധമായിട്ട് അങ്ങേയറ്റം സങ്കടത്തിൽ ആയിത്തീരുകയും അതിനെതിരെ വ്യവഹാരം
ഫയൽ ചെയ്യുകയും ഒക്കെ ഉണ്ടായി. പക്ഷെ അവിടെ ഗുരുവായൂരപ്പൻ കൊടുത്ത ഒരു അനുഭവം തന്ത്രിയുടെ ജീവിതത്തിൽ തന്ത്രി ഒരിക്കലും മറക്കില്ല എന്നതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഗുരുവായൂർ ഏകാദശി, ആ ഏകാദശിക്ക് അന്നഭക്ഷണമല്ല അവിടെ ചെയ്യുന്നത്. സാധാരണ നിലയിൽ ഗോതമ്പ് കഞ്ഞിയും അതുപോലെയുള്ള സാധനങ്ങളും, അരിയാഹാരം അല്ല. അത് വിളമ്പാനുള്ള അവകാശം ഗുരുവായൂർ തന്ത്രിക്കാണ്. പക്ഷേ ഇതിനെതിരായി പ്രവർത്തിക്കാൻ തയ്യാറായ ഇപ്പോഴത്തെ തന്ത്രിക്ക് അത് പുലയായതുകൊണ്ട് അത് പങ്കെടുക്കാനായി സാധിച്ചില്ല. നിർബന്ധ ബുദ്ധിയ ഏകാദശി മഹോത്സവം മാറ്റിവെക്കാൻ തയ്യാറായ തന്ത്രിക്ക് കൃത്യമായ അനുഭവം കൊടുത്തുകൊണ്ട് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് പുലയുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ സമീപത്തേക്ക് വിളിച്ചതനുസരിച്ച് തന്ത്രിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ ഒരു ചമ്മട്ടിപ്രഹരമായി മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റം വരാൻ കഴിയുമെന്ന് വിചാരിക്കാനും കഴിയുന്നില്ല. സാന്ദർഭികമായി ഇത് വ്യക്തമാക്കിയത് ആ തന്ത്രിയുടെ അതേ സ്വഭാവം തന്നെയാണ് ഇവിടെ ചെങ്ങന്നൂരമ്മയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിലും സംഭവിച്ചിട്ടുള്ളത്. നമുക്കതെന്താണെന്നൊന്ന് നോക്കാം. ഞാൻ സൂചിപ്പിച്ചു, സാധാരണ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ ശാരീരിക പ്രക്രിയയായിട്ടുള്ള മാസമുറ ചെങ്ങന്നൂരമ്മയുടെ വിഗ്രഹത്തിൽ, ആ ഉടയാടയിൽ അനുഭവപ്പെട്ട് കാണുന്നു. ആ രക്തക്കറ കണ്ടു കഴിഞ്ഞാൽ ചെങ്ങന്നൂരമ്മ തൃപ്പൂത്തായി എന്ന് അറിയിക്കുകയും അതനുസരിച്ചിട്ട് ശ്രീകോവിലിൽ നിന്ന് 7 ദിവസം മാറ്റിയിരുത്തുകയും ചെയ്യുന്നു. 7ാമത് ദിവസം ആർഭാടപൂർവം ആറാട്ടുകടവിൽ വന്ന് ആറാടി ശുദ്ധമായി തിരിച്ചെഴുന്നള്ളുന്ന പ്രക്രിയയാണ് തൃപ്പൂത്താറാട്ട് എന്ന വാക്കിൽ കൂടി ഒതുക്കിയിരിക്കുന്നത്. ഇത് കാലങ്ങളായി ജനങ്ങൾ വിശ്വസിക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സത്യമായിട്ട് കൂടി നമ്മുടെ ത്വരയ്ക്ക്, കേണൽ മൺട്രോയ്ക്ക് അത് ബോധ്യപ്പെട്ടില്ല. കല്ലിലും മരത്തിലും ശിലയിലുമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് കേവല മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന അനുഭവം ഉണ്ടാകും എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കില്ല എന്നുള്ളതായിരുന്നു ത്വരയുടെ വാദഗതി. എന്തായാലും അതിന് പകരമായി അദ്ദേഹം ചെയ്തത് ഈ തൃപ്പൂത്താറാട്ടിന് ആവശ്യമായി വരുന്ന പടിത്തരങ്ങൾ, അതിനാവശ്യമായിരുന്ന സാധന സാമഗ്രികൾ, ഇതെല്ലാം അവിശ്വസനീയമായ വേഗതയിൽ നമ്മുടെ സായിപ്പ് ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യാൻ തയ്യാറായത്. അങ്ങനെ ക്യാൻസൽ ചെയ്തു. തൃപ്പൂത്താറാട്ടിന് വേണ്ടുന്നതൊന്നും ലഭ്യമാവാതെ തന്ത്രിയും മേൽശാന്തിയും ആകെ വൈഷമ്യത്തിലായി. ഏതായാലും ഇത് ചെയ്തു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും സായിപ്പിൻ്റെ റെസിഡൻസിൽ നിന്ന് ആൾ ഓടിയെത്തി. മദാമ്മയ്ക്ക് തീരെ സുഖമില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം റെസിഡൻസിലേക്ക് തിരിച്ചെത്തണമെന്ന് മദാമ്മ ആവശ്യപ്പെട്ടതായി സായിപ്പിനെ അറിയിച്ചു. താൻ പോരുമ്പോൾ യാതൊരു അസുഖവും ഇല്ലാതിരുന്ന മദാമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ സായിപ്പിന് വലിയ വിഷമമായി. ആ ഒരവസ്ഥയിൽ എന്തായാലും ഡോക്ടറെയും കൊണ്ടാണ് സായിപ്പ് എത്തുന്നത്. ഡോക്ടറുടെ പരിശോധനയിൽ യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും മദാമ്മയ്ക്കില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല.
മരണവേദനയോടുകൂടിയുള്ള മരണവെപ്രാളം പോലെയാണ് മദാമ്മ ബുദ്ധിമുട്ടുന്നത്. ആളുകൾ കൂടി, പക്ഷെ നിർഭാഗ്യവശാൽ ഒരു വിധത്തിലുള്ള ചികിത്സയും ഒരു വിധത്തിലുള്ള പരിചരണവും മദാമ്മ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു കുറവായി കാണുന്നുമില്ല. ആകെ എല്ലാവരും, സായിപ്പ് ഉൾപ്പെടെ എല്ലാവരും വല്ലാതെ വൈഷമ്യത്തിലായി. ഇതനുസരിച്ചിട്ട് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, അങ്ങ് ഏതെങ്കിലും കാരണവശാൽ ഈശ്വര നിഷേധമായ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതുടനെ തന്നെ മാറ്റണം. സായിപ്പ് ആകെ വൈഷമ്യത്തിലായി. താൻ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എങ്കിലും കൂടുതൽ ഗൗരവതരമായി അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ, അതായത് റീവൈൻഡ് ചെയ്തു നോക്കിയപ്പോൾ, താൻ എന്താണ് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയപ്പോഴാണ് ഒരാൾ പറഞ്ഞ ഒരു സംശയം വച്ചിട്ട് ഇതായിരിക്കാം എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. അതായത് ചെങ്ങന്നൂരമ്മയുടെ തൃപ്പൂത്താറാട്ടിന് ഉണ്ടായിരുന്ന പടിത്തരങ്ങൾ പൂർണ്ണമായിട്ടും വിലക്കിയതാണോ ഇതിന് കാരണം? എന്തായാലും ഈ ഒരു സംശയം പറഞ്ഞ ആളോട് തന്നെ ചോദിക്കാം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ചോദിക്കാൻ തയ്യാറായി. ഞാൻ സൂചിപ്പിച്ചു, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സാക്ഷാൽ ശ്രീപരമേശ്വരനാണ്. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് ശ്രീപരമേശ്വരന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും അവിടെ എത്തുന്നതും സ്ത്രീകളാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്കാണ് പ്രാധാന്യം. ചില ക്ഷേത്രങ്ങൾ ഇങ്ങനെയാണ്. കൊട്ടാരക്കര ഇതേപോലൊരു ക്ഷേത്രമുണ്ട്, എല്ലാവർക്കും അറിയാം. അവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീപരമേശ്വരൻ തന്നെയാണ്, ചെങ്ങന്നൂരെ പോലെ തന്നെ. പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്നതും വഴിപാട് ഷീട്ടാക്കുന്നതും പുത്രൻ്റെ അടുത്താണ്. ഇവിടെ സാക്ഷാൽ ഗണപതി ഭഗവാനാണ് പ്രധാനി. ഗണപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഉണ്ണിയപ്പ സമർപ്പണമാണ്. രാവിലെ ആരംഭിക്കുന്ന ഉണ്ണിയപ്പ നിർമ്മാണം വൈകുന്നേരം അവസാനിക്കുമ്പോൾ നിലവിൽ എത്രയോ തവണ അപ്പം മൂടൽ എന്ന് പറയുന്ന വഴിപാട് നടക്കുന്നു. ഇവിടെ അച്ഛനേക്കാൾ കേമനായ മകനെയാണ് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം. ഈശ്വരൻ എന്ന അദമ്യമായ ശക്തിവിശേഷത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല. കേണൽ മൺറോയ്ക്ക് ഈ തൃപ്പൂത്താറാട്ടിനുള്ള പടിത്തരങ്ങൾ നിഷേധിച്ചത് കൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് ഇത്രയ്ക്കും അസുഖം ബാധിച്ചത് എന്ന് തോന്നിയതേയില്ല. അത് തോന്നാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാനും കഴിഞ്ഞില്ല. ഏതായാലും സായിപ്പ് തൻ്റെ വീട്ടിലെത്തി. അവിടെ ആസന്ന മരണ എന്ന നിലയിൽ കഴിഞ്ഞുകൂടുന്ന മദാമ്മയെ കണ്ടപ്പോൾ താൻ പോരുമ്പോൾ ഒരസുഖവും ഇല്ലാതിരുന്നതാണല്ലോ, പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ചിന്തകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈശ്വര നിഷേധമാണ് ഇതിന് കാരണം എന്നൊരു തോന്നൽ മറ്റുള്ളവരുടെ പറച്ചിൽ കൊണ്ട് ത്വരയുടെ മനസ്സിൽ കടന്നു വന്നത്. എന്തായാലും ഈ മാറ്റം, ഈ രോഗത്തിനൊരു കുറവും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി താൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഇതിന് കാരണമെങ്കിൽ ത്വര മനസ്സിൽ തീരുമാനിച്ചു താൻ നിഷേധിച്ചതായ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തതായ തൃപ്പൂത്താറാട്ടിന് ആവശ്യമായതെല്ലാം തിരിച്ചു കൊടുക്കാം, തൻ്റെ ഭാര്യയുടെ രോഗം അവസാനിച്ച് കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ സായിപ്പിൻ്റെ ഉള്ളിലുണ്ടായി. ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ സായിപ്പ് തന്നോട് വന്ന് ഈ സംശയം സൂചിപ്പിച്ച വ്യക്തി പറഞ്ഞതുപോലെ തന്നെ തൃപ്പൂത്താറാട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ പടിത്തരങ്ങളും
അതിൽ അല്പം കൂടി വർദ്ധിപ്പിച്ചിട്ടാണെങ്കിൽ പോലും ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചേക്കാം എന്നൊരു തീരുമാനം മനസ്സിലെടുക്കുകയാണ്. ഈശ്വരകോപമാണ് തൻ്റെ ഭാര്യയുടെ അസുഖത്തിന് കാരണമെങ്കിൽ ഈ കാരണം കൊണ്ട് ആ കോപം മാറട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി സായിപ്പ് അത് തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ അവസരത്തിൽ മദാമ്മയ്ക്ക് അല്പം അസുഖത്തിന് കുറവ് വന്നു തുടങ്ങി. ഒരു നാഴികയ്ക്കുള്ളിൽ മദാമ്മയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി. എല്ലാവരും അത്ഭുത പരതന്ത്രരായി. ചെങ്ങന്നൂർ ദേവിയുടെ തൃപ്പൂത്താറാട്ടിന് ഉണ്ടായിരുന്ന പടിത്തരങ്ങൾ പൂർണ്ണമായിട്ടും തിരികെ നൽകി എന്നതിനേക്കാൾ ഉപരി തൻ്റെ രോഗം ശമിപ്പിച്ച അമ്മയോടുള്ള കൃതജ്ഞതാ സൂചകമായിട്ട് മദാമ്മ 10 പവൻ തൂക്കം വരുന്ന ഒരു പതക്കം അമ്മയ്ക്ക് സമർപ്പിച്ചു. ചെങ്ങന്നൂർ ആറാട്ടുകടവിൽ നടക്കുന്ന തൃപ്പൂത്താറാട്ടിന് ശേഷം മദാമ്മ നടക്കി വെച്ച ഈ പതക്കം ചാർത്തിയാണ് അമ്മ തിരികെ എഴുന്നള്ളുന്നത്. ഈ ചടങ്ങ് ഇന്നും അപ്രകാരം തന്നെ തുടരുകയാണ്. വിശ്വാസികൾ ആദരങ്ങളോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. ക്ഷേത്രത്തെ നമുക്കൊന്ന് പരമാവധി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയ ഖനികളാണ് ക്ഷേത്രങ്ങൾ. ഇവയിൽ കരുണയുടെ പാരമ്പര്യവും സംസ്കാരവും ജീവിതവും ഇഴചേരുന്നു. ക്ഷയാൽ ത്രായതി ഇതി ക്ഷേത്ര. സാധാരണ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന ദുഃഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ക്ഷേത്രം. അതാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രമാണവും. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന മഹത്തായൊരു ഉപദേശമുണ്ട്. ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ 2-ാമത് ശ്ലോകമാണത്. ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹം എപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്നോ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് തത്തുല്യമായിട്ടുള്ള ജീവാത്മാവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവും മനുഷ്യ ശരീരവും ഏകദേശം ഒന്ന് തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. 2-ാമത് ശ്ലോകം എന്ന് ചൂണ്ടിക്കാണിച്ചത് 8-ാമത്തെ അധ്യായത്തിലുള്ളതാണ്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിത. ഭഗവാൻ അർജുനന് നൽകിയ ഉപദേശത്തിൽ, അല്ലയോ അർജുന, ജീവാത്മാവ് കുടികൊള്ളുന്നതാണ് നമ്മുടെ ശരീരം, പരമാത്മാവ് കുടികൊള്ളുന്നതാണ് ക്ഷേത്രം. ആ കാരണം കൊണ്ട് തന്നെ ശരീരം ക്ഷേത്രമാണ്. അപ്പോൾ ജീവാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രം പരമാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, അതാണ് ക്ഷേത്ര ദർശനം. അപ്പം ജീവാത്മാ പരമാത്മാ ഐക്യമാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിനേറ്റ മുറിവുകളെ അഥവാ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഉതകുന്നതായ പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിശക്തമായ ഊർജ കേന്ദ്രങ്ങളായിട്ടാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം ഇഷ്ടം പോലെയാണ്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ ശിലയോ ദാരുശിലയോ പഞ്ചലോഹ വിഗ്രഹമോ ആകുന്നു. പക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ തരത്തിലുള്ള വിഗ്രഹങ്ങൾ വെറും കല്ലുകളായോ ശിലകളായോ ദാരുശിലയായോ അല്ല, ശാസ്ത്രീയമായി സൃഷ്ടിച്ച ശക്തമായ ഊർജ കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ.
പ്രാർത്ഥനയിലൂടെ ശിലയെ ശിവനാക്കി മാറ്റിയിട്ടുള്ളതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ. കാരണം ഇവിടെ മന്ത്രശാസ്ത്രവും തന്ത്രശാസ്ത്രവും ഒരുമിപ്പിച്ചുകൊണ്ടാണ് തപസ്സുള്ള വ്യക്തികൾ, തന്ത്രികൾ, അവരെയാണ് വിളിക്കുന്നത് തന്ത്രികൾ, അവരാണ് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. കല്ലിനെയും മരത്തിനെയും പൂജിക്കുന്നവരാണ് ഭാരതീയർ എന്ന് പറയുന്നത് വിദേശികളാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. കല്ലിലും മരത്തിലും തൂണിലും തുരുമ്പിലും വൃക്ഷലതാദികളിലും ഈശ്വര ദർശനം സഫലീകൃതമായി അത് ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ് ഭാരതീയർ. തൂണിലും തുരുമ്പിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ആ സത്യം പൂർണ്ണമായും നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നതാണ് നരസിംഹാവതാരത്തിൻ്റെ കഥ. മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ തന്നെ ആകൃതിയിലും രൂപത്തിലുമാണ് ഈശ്വരനെ ദർശിക്കുന്നത്. അവിടെ നമ്മൾ കാണേണ്ടുന്നത് നമ്മുടെ ചുറ്റുമുള്ള പക്ഷി മൃഗാദികൾ പോലും ഈശ്വരൻ്റെ ചൈതന്യവത്തായ സ്വരൂപങ്ങളായി കാണുന്നു. അതിനൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷികളിൽ ഉപ്പൻ അഥവാ ചകോരം അഥവാ ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണ് ആ പക്ഷി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കാക്ക, നമ്മുടെ ചുറ്റും കാണുന്ന ധാരാളമായിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക. ആ കാക്കയ്ക്കും ഈശ്വരീയ സാന്നിധ്യം അഥവാ ശനീശ്വര സാന്നിധ്യം കൽപ്പിക്കപ്പെടുന്നു. പക്ഷികളുടെ കാര്യം ഇതാണെങ്കിൽ, ഹനുമാൻ എന്ന് പറയുന്ന വാനരപ്രമുഖനിലൂടെ മൃഗങ്ങളിൽ ഒന്നിന് സ്വാധീനം നമ്മൾ പറയുന്നു. തീർന്നില്ല, പന്നിക്ക് സ്വാധീനം നമ്മളിൽ പ്രത്യേകമുണ്ട്. അതൊരവതാരം തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത്. മത്സ്യത്തെ അവതാരമായി കാണുന്നു. പല ക്ഷേത്രങ്ങളിലും മത്സ്യ ഊട്ട് തന്നെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മത്സ്യ ഊട്ട് നടക്കുന്നതാണ് കല്ലടയാറിൻ്റെ തീരത്തിരിക്കുന്ന നമ്മുടെ മഹത്തരമായ ഒരു ക്ഷേത്രം എന്നതും കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുക. അപ്പോൾ മൃഗങ്ങളും പക്ഷികളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, എല്ലാ തരത്തിൽപ്പെട്ട മൃഗങ്ങളുമായും ചെറുമൃഗങ്ങളും വൻമൃഗങ്ങളുമായും നമുക്ക് ബന്ധങ്ങൾ പറയുന്നു. ആന, കടുവ, സിംഹം, ഇതിനെല്ലാമായിട്ട് നമുക്ക് ബന്ധങ്ങളാണ്, ഈശ്വര സങ്കല്പങ്ങളാണ് ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ കാതലായ ഭാഗം എന്നതും കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ തന്നെ ആകൃതിയിലും രൂപത്തിലുമാണ് ഈശ്വരനെ ദർശിക്കുന്നത്. അവൻ നിർമ്മിക്കുന്നത് അവൻ്റെ തന്നെ പ്രതിച്ഛായയാണ്. അതായത് ദേഹം ദേവാലയമായി സങ്കല്പിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ്. നേരത്തെ നമ്മൾ വ്യക്തമാക്കി, നാം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന ജീവാത്മാവ്, പരമാത്മ ചൈതന്യമായിട്ടുള്ള ആ പ്രപഞ്ച സത്യത്തെ ദർശിക്കുന്നതിനുള്ള യാത്രയാണ് നമ്മുടെ ദേവാലയ യാത്ര. ദേഹത്തിൽ ജീവൻ എങ്ങനെയാണ് കുടികൊള്ളുന്നത്, അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവചൈതന്യം. അവനവനിൽ കുടികൊള്ളുന്നതായ ഈശ്വര ചൈതന്യത്തെ ഉണർത്തുക എന്നുള്ളതാണ് ക്ഷേത്ര ആരാധനയുടെ പ്രഥമ ലക്ഷ്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് നിർമ്മിച്ച് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവനാഡിയാണ്. മറ്റുപാസനകൾ ചെയ്താൽ അശക്തരായ സാധാരണക്കാരുടെ ആധ്യാത്മികോന്നമതിക്ക് വേണ്ടിയാണ് പൂർവികർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഓരോ ക്ഷേത്രത്തിലെയും വ്യത്യസ്തങ്ങളായ ആചാരത്തിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട രാജഭരണവുമായിട്ടാണ് ബന്ധപ്പെട്ടു നിൽക്കുന്നത്. പ്രസിദ്ധമായ മധുരമീനാക്ഷി ക്ഷേത്രം
പാണ്ഡ്യവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ശബരിമല ചരിത്രാടിസ്ഥാനത്തിലുള്ള ആചാരങ്ങൾ പന്തളം രാജവംശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥന എന്നത് നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചരണമാണ്. ഋഗ്വേദത്തിലെ ഈയുഷ്ടേയെ പൂർവത രാമപശ്യൻ പൃച്ഛന്തി ഉഷസം മർത്യസ, ഈ ഒരു ശ്ലോകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രത്തിലൂടെ ആരാണോ സൂര്യോദയത്തിനു മുമ്പ് ഉണർന്ന് കുളി കഴിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് അവൻ ധർമ്മനിഷ്ഠ ഉള്ളവനാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരനിൽ സമർപ്പിതമാണ്. പഞ്ചശുദ്ധിയോടെ വേണം നാം ക്ഷേത്രം നടത്താൻ, ക്ഷേത്ര ദർശനം നടത്താൻ. എന്താണ് പഞ്ചശുദ്ധി എന്ന് എത്ര പേർക്കറിയാം? നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരീരശുദ്ധി. കുളി കഴിഞ്ഞ് സൂര്യഗായത്രി ജപിച്ച് സൂര്യതർപ്പണം നടത്തി ഭസ്മം, ചന്ദനം, സിന്ദൂരം ഇവ ചാർത്തി ശുഭ്രവസ്ത്രധാരി എന്നുറപ്പായാൽ ഒന്നാമതായി നമുക്ക് ലഭിക്കുന്നതാണ് ശരീരശുദ്ധി. രണ്ടാമത്തേത് മനഃശുദ്ധിയാണ്. അധമ ചിന്തകളെ പൂർണ്ണമായും പുറന്തള്ളി സദ്വികാരങ്ങളും ചിന്തകളും മാത്രം മനസ്സിൽ നിലനിർത്താൻ ശ്രമിക്കുകയും ഈശ്വര ചിന്തകയിൽ മുഴുകുകയും ചെയ്താൽ ആവാം, അതാണ് മനഃശുദ്ധി. മൂന്നാമത്തേത് വാക്ശുദ്ധിയാണ്. മറ്റുള്ളവർ ശ്രവിക്കുമ്പോൾ ഈർഷ്യ ഉളവാകാത്തതും സൗമ്യതയും സഭ്യതയും ഉൾക്കൊള്ളുന്നതുമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നതിലും ചെയ്യുന്നതിലൂടെ വാക്ശുദ്ധി കരഗതമാക്കാം. നാലാമത്തേത് പ്രവൃത്തിശുദ്ധിയാണ്. ഏതു പ്രവൃത്തിയും ഈശ്വരോന്മുഖമായി ചെയ്യുക. താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും മറ്റൊരാൾക്ക് കുറ്റം കണ്ടെത്താനോ വിമർശിക്കാനോ തക്ക വിധത്തിൽ ചെയ്യാതിരിക്കുകയും ഫലം കാക്ഷിച്ചുകൊണ്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെയും ഇരുന്നാൽ അത് തങ്ങളുടെ പ്രവൃത്തിയിൽ ശുദ്ധതയുണ്ടെന്ന് ഉറപ്പിക്കാം. അഞ്ചാമത്തേത് ആഹാരശുദ്ധിയാണ്. ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു കാരണവശാലും ഇല്ലാത്തത് പഞ്ചശുദ്ധികളിൽ ആഹാരശുദ്ധിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായുണ്ട്. എന്താണ് അതിന് കാരണം എന്ന് നോക്കിയാൽ 3-4 ദിവസത്തെ ആഹാരം പാകം ചെയ്ത് പഴകിയതും കേടുവന്നതുമായ ആഹാര സാധനങ്ങൾ 3-4 ദിവസങ്ങളിൽ മോർച്ചറിക്ക് തുല്യമായ ഫ്രിഡ്ജുകളിൽ സൂക്ഷിച്ചു വച്ച് ചൂടാക്കി തയ്യാറാക്കി കഴിക്കാൻ തയ്യാറാകുമ്പോൾ ആഹാരശുദ്ധി എന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മത്സ്യമാംസാഹാരങ്ങളും അതോടൊപ്പം മുട്ടയും ഇന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പഥ്യമാണ്. ഏറ്റവും കൂടുതൽ രോഗഗ്രസ്തമായ ശരീരം പേറുന്നവർ എവിടെ? ഏറ്റവും കൂടുതൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ തന്നെ. മെഡിക്കൽ ഷോപ്പുകളുടെ ഒരു സെൻസസ് എടുത്താൽ സർവ്വസാധാരണമായ പലചരക്കുകളേക്കാൾ അതാണ് എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടതായി വരും. സംശയിക്കേണ്ട, മെഡിക്കൽ ഷോപ്പുകൾ തന്നെയാണ് ഏറെ മുന്നിൽ. പഞ്ചശുദ്ധികളിൽ ഏറെ പ്രധാനമായ ആഹാരശുദ്ധിയിൽ നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ് ഇത്രയും ഇത് വിശദീകരിച്ചത്. മേൽ സൂചിപ്പിച്ച പഞ്ചശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ തയ്യാറായാൽ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് സർവദാ ഈശ്വരനിൽ വ്യാപരിക്കുന്നതായി അവരവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന സ്ഥിതിവിശേഷം സംജാതമാകും. ക്ഷേത്രദർശനം പഞ്ചേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കും എന്ന കാര്യത്തിൽ അശേഷം സംശയം വേണ്ട. ക്ഷേത്രത്തിലെ സംഗീതാത്മകമായ മന്ത്രധ്വനി, വാദ്യമേളങ്ങൾ ഇവയൊക്കെ മനുഷ്യ മനസ്സിന് ആത്മീയ അനുഭൂതി നൽകുന്നവയാണ്. ക്ഷേത്രാന്തരീക്ഷം ഏകാഗ്രമായി മനസ്സിനെ അവിടെ പ്രതിഷ്ഠിതമായ വിഗ്രഹത്തിലേക്ക് ആകർഷിക്കുന്നു. ക്ഷേത്രത്തിലെ ഉപചാരപൂർവങ്ങളായ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം മനുഷ്യ മനസ്സിന് ആശ്വാസം നൽകുന്നവയും ഗ്രാമീണ ജനതയിൽ ഐക്യബോധം
ഊട്ടിയുറപ്പിക്കുന്നവയുമാണ്. ഈശ്വരൻ്റെ അടയാളങ്ങളായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, സുഗന്ധവിഭൂതി, കർപ്പൂരം, ചന്ദനത്തിരി എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം, നാമജപം എന്നിവ നാവിനെയും, ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി തുടങ്ങിയവ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് ത്വക്കിനെയും ലൗകിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും അകറ്റി ഇന്ദ്രിയശുദ്ധി വരുത്തി ഒരുവനെ ഈശ്വരനിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്നു. നമുക്കറിയാം, കർക്കിടക മാസം രാമായണ പാരായണ മുഖരിതമാവുമ്പോൾ വൃശ്ചിക മാസം മുതൽ മകരം 5 വരെ ശരണഘോഷ മുഖരിതമാവും ഭാരതം മുഴുവൻ. ഇപ്പോൾ ബാഹ്യവും ആന്തരികവുമായ ഒരു ശുദ്ധി വ്രതനിഷ്ഠാനങ്ങളിലൂടെ നേടിയെടുക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു. മനസ്സിൽ വികാരവിക്ഷോഭങ്ങൾ ഉടലെടുക്കുമ്പോൾ ഭക്തിപൂർവം സാധന ചെയ്ത് സത്യത്തിലേക്ക് മുന്നേറാൻ ക്ഷേത്രദർശനം, പ്രദക്ഷിണം എന്നിവ നമ്മെ സഹായിക്കുന്നു. ക്ഷേത്രദർശനത്തിലെ പഞ്ചശുദ്ധി എപ്രകാരം പ്രത്യേകതകൾ നിറഞ്ഞതാണോ അതുപോലെ തന്നെ ഓരോ ദേവതയ്ക്കും നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നതിനും കണക്കുകളുണ്ട്. ആ കണക്കുകൾ അനുസരിച്ചിട്ടുള്ള പ്രദക്ഷിണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 31ാമത് എപ്പിസോഡിൽ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. 30ാമത് എപ്പിസോഡ് പ്രേക്ഷകർക്ക് മുമ്പാകെ സാദരം സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.